ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ കേരള ചരിത്രമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ് നവോത്ഥാന നായകന്മാർ. PSCക്ക് വളരെ ഇഷ്ടമുള്ളൊരു വിഷയമാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു 2-3 മാർക്കൊക്കെ ചിലപ്പോൾ ഒരു മാർക്കിൻ്റെ ചോദ്യം എന്തായാലും ഉണ്ടാവാറുണ്ട്. അത് മാക്സിമം ചിലപ്പോൾ 2-3 മാർക്കിന് വരെ നവോത്ഥാന നായകന്മാർ, അവരെ പറ്റിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസൊക്കെ PSC ചോദിക്കാറുണ്ട്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നവോത്ഥാന നായകന്മാരെ പറ്റി പാർട്ട് 10 അതായത് 10ാമത്തെ പാർട്ടായി. അത്രയധികം ആളുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതുവരെ നമ്മൾ കാണാത്ത ക്ലാസ്സുകൾ നിങ്ങൾ നേരിട്ട് ഈ ക്ലാസ്സിന് ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ തീർച്ചയായും കഴിഞ്ഞു പോയ 9 ഭാഗങ്ങൾ കണ്ടതിന് ശേഷം മാത്രം വരിക. കാരണം നമ്മൾ വെറുതെ റാൻഡമായിട്ട് അവിടെ നിന്നൊന്നും അല്ല പഠിക്കണേ. ഒരു കാലഗണന ഇവരെ പറ്റി പഠിച്ചപ്പോൾ, ഇവരെ പറ്റി മാത്രമല്ല ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഇതുവരെ പഠിച്ചിട്ടുള്ള ഏതൊരു ഇവൻ്റ് പഠിച്ചപ്പോഴും നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും അതൊക്കെ ആ ഒരു ഓർഡറിൽ പഠിക്കുക. അപ്പോൾ തീർച്ചയായും കാര്യങ്ങൾ ഓർത്തിരിക്കാനായിട്ടൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ PSCയിലൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇവിടുന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത് ഓർത്തിരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാധികം സമയമൊന്നും കളയണ്ട. ഓക്കെ, ഇനി അടുത്തത് ആരാ നമുക്ക് പഠിക്കാനുള്ള? കാരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. 1896 അദ്ദേഹം ജനിച്ചത്. 1981 അദ്ദേഹം മരണമടയുകയുണ്ടായി. തൃശ്ശൂർ ജില്ലയിലെ ആടാട് ഗ്രാമത്തിൽ അഷ്ടമൂർത്തി നമ്പൂതിരിപ്പാടിൻ്റെയും ഉമാ അന്തർജനത്തിൻ്റെയും പുത്രനായി 1896 ഫെബ്രുവരി 5 ജനിച്ചു. തൃശ്ശൂർ ജില്ലയിലാണ് ഇദ്ദേഹം ജനിച്ചത്. 1896 ജനിച്ചത്. അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. വൈക്കം സത്യാഗ്രഹ സമയത്ത് ഗാന്ധിജിയെ കാണാൻ TK മാധവനോടൊപ്പം പോയ നവോത്ഥാന നായകൻ വേണ്ട കേട്ടോ. വൈക്കം സത്യാഗ്രഹ സമയത്ത് ഏത് സമയമാണ് വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്? 1924 ആ കാലഘട്ടത്തിലാണ്. വൈക്കം സത്യാഗ്രഹ സമയത്ത് ഗാന്ധിജിയെ കാണാൻ TK മാധവനോടൊപ്പം പോയ നവോത്ഥാന നായകൻ. ലോകമാന്യൻ എന്ന പത്രത്തിൻ്റെ ലേഖകനായിരുന്നു ആര്? കാരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. ലോകമാന്യൻ എന്ന പത്രത്തിൻ്റെ ലേഖകനായിരുന്നു ഇദ്ദേഹം. നിയമലംഘന പ്രസ്ഥാനത്തിലെ പങ്കാളിത്തത്തിന് ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. നിയമലംഘന പ്രസ്ഥാനത്തിലെ പങ്കാളിത്തത്തിന് ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഈ കേരള നവോത്ഥാനത്തിലേക്കുള്ള കോൺട്രിബ്യൂഷൻ. കാരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. ഒരുപാട് ചോദ്യങ്ങളൊന്നും അങ്ങനെ ചോദിച്ചതായിട്ടൊന്നും കണ്ടിട്ടില്ല. പക്ഷേ എങ്കിലും നമുക്കങ്ങനെ വിട്ടുകളയാനായിട്ട് സാധിക്കില്ല. കാരണം എവിടെ നിന്ന് വേണമെങ്കിലും PSCക്ക് ചോദിക്കാം എന്നുള്ളൊരു അവസ്ഥയാണ്. അടുത്തത് നോക്കൂ, കുറ്റിപ്പുഴ കൃഷ്ണൻപിള്ള. ഓക്കെ, കുറ്റിപ്പുഴ കൃഷ്ണൻപിള്ള 1901 ജനിക്കുന്നത്. 1971 അദ്ദേഹം മരിക്കുന്നത്. ഓക്കെ, 1901 ജനിക്കുന്നു, 1971 മരിക്കുന്നു. 1900 ഓഗസ്റ്റ് 1 1900 ഓഗസ്റ്റ് 1 പറവൂർ താലൂക്കിലെ കുറ്റിപ്പുഴയിൽ ജനിച്ചു അദ്ദേഹം. അപ്പോൾ പറവൂർ താലൂക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എറണാകുളം ജില്ലയിലാണ്. മാതാപിതാക്കൾ ഒരു മനക്കൽ ശങ്കരൻ നമ്പൂതിരി, കുറുങ്ങാട്ടു വീട്ടിൽ ദേവകി അമ്മ. ഇവർ രണ്ടുപേരാണ് മാതാപിതാക്കൾ. അങ്ങനെ അത്രയും പ്രധാനപ്പെട്ടൊരു പോയിൻ്റ് അല്ല, എങ്കിലും ഒന്ന് കേട്ടിരിക്കുക. ഇദ്ദേഹം 1968-71 കാലത്ത് കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷനായിരുന്ന സമയത്താണ് സാഹിത്യലോകം ത്രൈമാസികയായി പ്രസിദ്ധപ്പെടുത്തിയത്. ഓക്കെ, ത്രൈമാസിക, ഈ ചിഹ്നമാണ്. അതെന്തെങ്കിലും മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. ത്രൈമാസികയായി പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. ഇദ്ദേഹം 1968-71 കാലഘട്ടത്തിലെ കുറ്റിപ്പുഴ കൃഷ്ണൻപിള്ള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനായിരുന്നു. ആ സമയത്താണ് സാഹിത്യലോകം എന്ന് പറയുന്ന മാസിക ത്രൈമാസികയായി പ്രസിദ്ധപ്പെടുത്തിയത്. അതായത് മാസത്തിൽ 3 തവണ പ്രസിദ്ധീകരിക്കുന്ന രീതിയിൽ മാറ്റിയത്. യുക്തിവാദി സംഘത്തിൻ്റെ നേതാവായിരുന്നു ആര്? കുറ്റിപ്പുഴ കൃഷ്ണൻപിള്ള. യുക്തിവാദി സംഘത്തിൻ്റെ നേതാവ്. പ്രധാന കൃതികൾ ഏതൊക്കെയായിരുന്നു? സാഹിതീയം, വിചാരവിപ്ലവം, വിമർശരശ്മി, നിരീക്ഷണം, ചിന്താതരംഗം, മാനസോല്ലാസം, മാനസമണ്ഡലം, സാഹിതി കൗതുകം, നവദർശനം, ദീപാവലി, വിമർശദീപ്തി. വിമർശരശ്മിയുണ്ട്, വിമർശദീപ്തിയുണ്ട് കേട്ടോ. വിഹാരം, വിമർശനവും വീക്ഷണവും, സ്മരണാഞ്ജലി.
ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഒന്നോ രണ്ടോ മൂന്നോ വട്ടമൊക്കെ നന്നായിട്ട് വായിക്കാം കേട്ടോ. ഞാനിവിടെ അധികം പ്രാവശ്യം വായിച്ച് വെറുതെ വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടുന്നില്ല. നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് ഓരോ പോയിൻറ്റും മൂന്നോ നാലോ വട്ടമൊക്കെ ഇരുത്തി വായിക്കുക. പോയിന്റുകൾ എഴുതിയെടുക്കുക. വീക്കെൻഡിലൊക്കെ ഇത് ഒന്ന് റിവൈസ് ചെയ്യാനും ശ്രമിക്കുക. പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ കരുത്തുറ്റ നേതാവായിരുന്നു ആര്? കുറ്റിപ്പുഴ കൃഷ്ണപിള്ള. പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ കരുത്തുറ്റ നേതാവ് ആരായിരുന്നു? കുറ്റിപ്പുഴ കൃഷ്ണപിള്ള. 1969 സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയ്ക്കായിരുന്നു 1969 സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് ലഭിച്ചത്. 1969 സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് ലഭിച്ചത് കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയ്ക്കാണ്. 1971 ഫെബ്രുവരി 11 കുറ്റിപ്പുഴ കൃഷ്ണപിള്ള അന്തരിക്കുകയുണ്ടായി. 1971 ഫെബ്രുവരി 11 കുറ്റിപ്പുഴ കൃഷ്ണപിള്ള അന്തരിച്ചു. ഓക്കെ, പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ ഓരോ പലവട്ടം വായിക്കുക. ഇനി അടുത്തത് ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ്. ആരാണ്? AK ഗോപാലൻ. ഒരുപാട് തവണ PS ചോദിച്ചിട്ടുള്ളതാണ്. ഈ അടുത്ത് തന്നെ ഞാൻ തന്നെ എഴുതിയിട്ടുള്ളൊരു PSC എക്സാമിന് മറ്റേ നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസും AK ഗോപാലനും സംബന്ധിക്കുന്ന ഒരു വിഷയം അല്ലെങ്കിൽ ഒരു പോയിന്റ് ഒരു സ്റ്റേറ്റ്മെൻ്റായിട്ട് വന്നിട്ടുണ്ട്. AKG എന്നാണ് അദ്ദേഹം വിളിച്ചിരുന്നത്. AK ഗോപാലൻ്റെ G കൂടി ചേർത്ത് AKG. അപ്പോൾ AK ഗോപാലൻ 1904 ജനിക്കുന്നത്. 1977 മരണമടയുന്നുണ്ട്. 1907 ജനിക്കുകയും 1904 ജനിക്കുകയും 1977 മരിക്കുകയും ചെയ്യുന്നുണ്ട്. AKG ജനിച്ച വർഷം 1904. AKG ജനിച്ച വർഷം എന്നാണ് 1904. AKGയുടെ ജന്മസ്ഥലം ചിറക്കൽ മാവില കണ്ണൂർ. ചിറക്കൽ മാവില കണ്ണൂരിലാണ് AK ഗോപാലൻ ജനിക്കുന്നത്. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് ആര്? AK ഗോപാലൻ. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് AK ഗോപാലനാണ്. 1935 തിരുവണ്ണൂർ കോട്ടൺ മിൽ സമരത്തിന് അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ട്. 1935 തിരുവണ്ണൂർ കോട്ടൺ മിൽ സമരം എന്ന് പറയുന്നത് നമ്മൾ ആരെ ആലോചിക്കണം? AK ഗോപാലിനെ ആലോചിക്കണം. 1938 ആലപ്പുഴ തൊഴിലാളി സമരം. 1938 ആലപ്പുഴ തൊഴിലാളി സമരത്തിലും AK ഗോപാലൻ്റെ നേതൃത്വം നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാം ലോകസഭയിലെ അനൗദ്യോഗിക പ്രതിപക്ഷ നേതാവ്. നോക്കുക, ഇത് ആലോചിച്ചോട്ടോ, ഇത് ഓർത്തിരിക്കുക. ഇതൊരു വട്ടം ചോദിച്ചിട്ടുണ്ട്. ഒന്നാം ലോകസഭയിലെ അനൗദ്യോഗിക പ്രതിപക്ഷ നേതാവ് ആരാണ്? AK ഗോപാലൻ. ഒന്നാം ലോക്സഭയിലെ അനൗദ്യോഗിക പ്രതിപക്ഷ നേതാവ് AK ഗോപാലൻ. ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ഇന്ത്യൻ കോസ്റ്റ് ഹൗസിൻ്റെയും ഇന്ത്യൻ കോഫി ഹൗസിൻ്റെയും ഒക്കെ സ്ഥാപകനാണ്. ഇന്ത്യൻ കോസ്റ്റ് ഹൗസിൻ്റെ സ്ഥാപകൻ. കേരളത്തിലെ ആദ്യ കോഫി ഹൗസ് ഇന്ത്യൻ കോസ്റ്റ് ഹൗസ് അല്ല, ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ. ഇന്ത്യൻ കോഫിയാണ്. ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ. കേരളത്തിലെ ആദ്യ കോഫി ഹൗസ് വരുന്നത് തൃശ്ശൂർ. 1958 മാർച്ച് 8 തൃശ്ശൂർ കേരളത്തിലെ ആദ്യത്തെ കോഫി ഹൗസ് തൃശ്ശൂർ. 1958 മാർച്ച് 8. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റനായിരുന്നു ആര്? AKG. 1931 നമുക്ക് അറിയാവുന്നത് ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? AKG ആയിരുന്നു. കണ്ണൂരിൽ നിന്നും മദ്രാസ് പട്ടിണി ജാഥ നയിച്ചു. കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് എന്ത് നയിച്ചു? പട്ടിണി ജാഥ നയിക്കുന്നുണ്ട്. ഒരുപാട്, അതായത് യാചന ജാഥ, അതുപോലെ തന്നെ സവർണ ജാഥ, ഇങ്ങനെ കുറേ പേര് പല ജാഥകളും നടത്തുന്നുണ്ട്. അത് പലപ്പോഴും PSC ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക്, എന്തോരം ദൂരമാണല്ലേ, കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ അദ്ദേഹം നയിച്ചു. ആരാണ്? AKG നയിച്ചു. അതുകൊണ്ടൊക്കെ ആയിരിക്കും പാവങ്ങളുടെ പടത്തലവൻ എന്ന്, പാവങ്ങൾക്ക് വേണ്ടിയും, അതായത് അധസ്ഥിതരായിട്ടുള്ളവർക്കും സാമ്പത്തികമായി പിന്നോക്കത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടൊക്കെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കാം പാവങ്ങളുടെ പടത്തലവൻ എന്ന് AK ഗോപാലൻ അറിയപ്പെട്ടത്. പട്ടിണി ജാഥ നയിച്ച വർഷം 1936. 1936 പട്ടിണി ജാഥ നയിച്ചത്. AKGയുടെ ആത്മകഥ എൻ്റെ ജീവിതകഥ. AKGയുടെ ആത്മകഥയുടെ പേരെന്താണ്? എൻ്റെ ജീവിതകഥ. ഓക്കെ, ഇനി എന്തൊക്കെയാണ് AKGയുടെ കൃതികൾ? ഞാനൊരു പുതിയ ലോകം കണ്ടു, മണ്ണിനു വേണ്ടി, ഹരിജനം, കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി, എൻ്റെ ഡയറി, എൻ്റെ പൂർവ്വകാല സ്മരണകൾ. എന്തൊക്കെയാണ് കൃതികൾ? ഞാനൊരു പുതിയ ലോകം കണ്ടു, മണ്ണിനു വേണ്ടി, ഹരിജനം,
കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി, എൻ്റെ ഡയറി, എൻ്റെ പൂർവ്വകാല സ്മരണകൾ. ഇതൊക്കെ ആരുടെ കൃതികളാണ്? എ കെ ഗോപാലൻ്റെ കൃതികളാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് എ കെ ജി. ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യ കമ്മ്യൂണിസ്റ്റ് നേതാവ് ആര്? EMS, എ കെ ജി, സി കൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേരുടെ പേരുകൾ തരാണ്. അപ്പം നിങ്ങൾ പെട്ടെന്ന് പോയിട്ട് ആര് തിരഞ്ഞെടുക്കും? കാരണം EMS ആണല്ലോ എ കെ ജിനേക്കാളും നമ്മളിങ്ങനെ ചിന്തിക്കും മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്നല്ലോ. പക്ഷെ അതല്ല, എ കെ ജിയുടെ പ്രതിമയാണ് സ്ഥാപിക്കപ്പെട്ടത്. ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ വ്യക്തിയല്ല, എന്നാൽ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യ കമ്മ്യൂണിസ്റ്റ് നേതാവ്. അതാണ് അവിടെ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്. ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി. കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ, ഇന്ത്യയിലാണ്, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തിയാണ് എ കെ ഗോപാലൻ. ഈ കേസ്, അതായത് കരുതൽ തടങ്കൽ കേസുമായി ബന്ധപ്പെട്ട ചരിത്ര പ്രസിദ്ധമായ കേസാണ് എ കെ ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ്. എ കെ ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്ന ചരിത്ര പ്രസിദ്ധമായ കേസിലാണ് കരുതൽ തടങ്കലിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ കരുതൽ തടങ്കൽ എന്ന് പറയുന്ന കാര്യവുമായി ബന്ധപ്പെട്ട കേസാണ് എ കെ ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ്. എ കെ ഗോപാലൻ അന്തരിച്ച വർഷം 1977 മാർച്ച് 22. എ കെ ജി സെൻറ്റർ തിരുവനന്തപുരത്താണുള്ളത്. എ കെ ജി ഭവൻ ന്യൂഡൽഹിയിലാണ്. എ കെ ജി പ്രതിമ കണ്ണൂരാണ്. എ കെ ജി അതിജീവനത്തിൻ്റെ കനൽ വഴികൾ എന്നീ സിനിമകൾ സംവിധാനം ചെയ്തത് ഷാജി എൻ കരുണാണ്. ഇതിൽ എ കെ ജിയെ അഭിനയിച്ചത് പി ശ്രീകുമാർ ആണ്. ഓക്കെ, ഇത്രയും പോയിന്റുകൾ പലവട്ടം ഒന്ന് വായിക്കാട്ടോ. എ കെ ജി സെൻറ്റർ തിരുവനന്തപുരം, എ കെ ജി ഭവൻ ന്യൂഡൽഹി, എ കെ ജി പ്രതിമ കണ്ണൂർ, പിന്നെ എ കെ ജി അതിജീവനത്തിൻ്റെ കനൽ വഴികൾ. ഇതൊക്കെ എ കെ ജിയെ കുറിച്ചിട്ടുള്ള ഷാജി കരുണൻ സംവിധാനം ചെയ്ത സിനിമകളാണ്. ഇതൊക്കെ ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത വ്യക്തി നോക്കുക, ആരാണ്? ആനന്ദ തീർത്ഥൻ. ഞാൻ സ്പീഡ് കുറച്ച് കൂടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സെറ്റിങ്സിൽ പോയിട്ട്, യൂട്യൂബിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് സ്പീഡ് കുറച്ച് കാണാനും റിവിഷനൊക്കെ നടത്തുമ്പോൾ സ്പീഡ് കുറച്ച് കൂടുതൽ കൂട്ടി കാണാനായിട്ടുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. അതൊക്കെ യൂസ് ചെയ്യുക. ഓക്കെ, ആനന്ദ തീർത്ഥൻ ആരാണ്? അടുത്ത വ്യക്തി ആനന്ദ തീർത്ഥൻ. 1905 ജനനം. 1987 മരണമടയുന്നുണ്ട്. രാമചന്ദ്രസേനായുടെയും ദേവുഭായി രാമചന്ദ്രസേനായി ദേവുഭായിയുടെയും മകനായിട്ട് 1905 ജനുവരി 2 തലശ്ശേരിയിലാണ് ആനന്ദ തീർത്ഥൻ ജനിക്കുന്നത്. ഈ ആനന്ദ തീർത്ഥനായിരുന്നു ശ്രീനാരായണ ഗുരു നേരിട്ട് ശിഷ്യത്വം നൽകിയത്. ശ്രീനാരായണ ഗുരു നേരിട്ട് ശിഷ്യത്വം നൽകിയ വ്യക്തിയാണ് ആനന്ദ തീർത്ഥൻ. ജാതി വിവേചനത്തിനെതിരെ പാലക്കാട് നിന്ന് ഗുജറാത്തിലേക്ക്, കുറച്ച് ദൂരമൊന്നുമല്ല, പാലക്കാട് നിന്ന് ഗുജറാത്തിലേക്ക് ഇദ്ദേഹം പദയാത്ര നടത്തിയിട്ടുണ്ട്. ആനന്ദ തീർത്ഥൻ ജാതി വിവേചനത്തിനെതിരെ പ്രസംഗിച്ചുകൊണ്ടും ആളുകളെ പഠിപ്പിച്ചുകൊണ്ടും ആനന്ദ തീർത്ഥൻ പാലക്കാട് നിന്ന് ഗുജറാത്തിലേക്ക് പദയാത്ര നടത്തിയിട്ടുണ്ട്. ജാതി നാശിനി സഭ 1933 സ്ഥാപിച്ചത് ആനന്ദ തീർത്ഥനാണ്. ജാതി നാശിനി സഭ 1933 ആനന്ദ തീർത്ഥൻ സ്ഥാപിച്ചു. മിശ്ര വിവാഹവും മിശ്ര ഭോജനവും പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു ഈ ജാതി നാശിനി സഭയുടെ ഉദ്ദേശം. മിശ്ര വിവാഹം, മിശ്ര ഭോജനം ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു ജാതി നാശിനി സഭയുടെ ഉദ്ദേശം. പയ്യന്നൂരിൽ ശ്രീനാരായണ വിദ്യാലയം സ്ഥാപിച്ചു. 1934 ഇദ്ദേഹം ഗാന്ധിജി ഈ ആശ്രമം സന്ദർശിച്ചു. 1934 ഗാന്ധിജി കേരളം സന്ദർശിച്ചപ്പോൾ എവിടെയാണ്? പയ്യന്നൂരിലുള്ള ശ്രീനാരായണ വിദ്യാലയം അല്ലെങ്കിൽ ആശ്രമം എന്ത് ചെയ്തു? സന്ദർശിച്ചു. 1928 ഗാന്ധിജി, അപ്പോൾ അതിക്ക് മുന്നേ തന്നെ ഗാന്ധിജി ഈ ആശ്രമം സന്ദർശിക്കുന്നതിന് മുന്നേ തന്നെ ആനന്ദ തീർത്ഥൻ 1938 ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. 1959 ശ്രീനാരായണ കർമ്മസംഘം ട്രസ്റ്റിൻ്റെ ആദ്യ പ്രസിഡന്റായി. 1959 ശ്രീനാരായണ കർമ്മസംഘം ട്രസ്റ്റിൻ്റെ ആദ്യ പ്രസിഡന്റ് ആയി. ശ്രീനാരായണ ഗുരു 1928 ശിവഗിരി ശാരദാ ക്ഷേത്രത്തിൽ വെച്ച് ആനന്ദശേനായി എന്ന പേര് നൽകി.
ഓക്കെ. ശ്രീനാരായണ ഗുരു 1928 ശിവഗിരി ശാരദാ ക്ഷേത്രത്തിൽ വെച്ച് ആനന്ദശേണായി എന്ന പേര് ആർക്ക് നൽകി? ആനന്ദ തീർത്ഥന് നൽകി. നോക്കൂ, ഇനി അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ആയിരിക്കും മെയിനായിട്ട് ആനന്ദ ഷേണായി അല്ലെങ്കിൽ ആനന്ദ തീർത്ഥൻ എന്ന് പറയുന്ന നമ്മളുടെ നവോത്ഥാന നായകൻ്റെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ ആയിരിക്കും ഇനി മെയിനായിട്ട് പറയുന്നത്. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് രാജാജിയോടൊപ്പം തമിഴ്നാട്ടിലെ വേദാരണ്യത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഈ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് ആനന്ദ തീർത്ഥൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആരോടൊപ്പം? രാജാജി എന്ന വ്യക്തിയോടൊപ്പം തമിഴ്നാട്ടിലെ വേദാരണ്യത്തിൽ വെച്ച്. SNDP പരീക്ഷയിൽ ഒന്നാമതായി ജയിച്ചതിനാൽ മലബാർ കളക്ടറിൽ നിന്നും സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുണ്ട്. SNDP നടത്തുന്നൊരു പരീക്ഷയുണ്ട്, അതിൽ ജയിച്ചു, 1ാം റാങ്കിൽ ജയിച്ചു. അതുകൊണ്ട് തന്നെ മലബാർ കളക്ടറിൽ നിന്ന് അദ്ദേഹത്തിന് സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ഹരിജന മോചന പ്രസ്ഥാനം തുടങ്ങിയത് ആരാണ്? ആനന്ദ തീർത്ഥൻ ആണ്. തമിഴ്നാട്ടിൽ ഹരിജന മോചന പ്രസ്ഥാനം തുടങ്ങിയത് ആനന്ദ തീർത്ഥൻ ആണ്. 1972 സ്വാതന്ത്ര്യ സമര സേനാനിക്കുള്ള താമ്രപത്രം നൽകി രാജ്യം ഇദ്ദേഹത്തെ ആദരിച്ചു. അപ്പോൾ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിക്ക് നൽകുന്ന ഒരു ആദരവാണ് താമ്രപത്രം. അത് 1972 അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. ഗുരുവായൂർ ഊട്ടുപുരയിൽ എല്ലാ ജാതി മതസ്ഥർക്കും സദ്യ നൽകണമെന്ന് വാദിച്ച് സത്യാഗ്രഹം നടത്തിയത് ഇദ്ദേഹമാണ്. അതായത് ഗുരുവായൂർ ഊട്ടുപുരയിൽ വയ്ക്കുന്ന ഭക്ഷണം എല്ലാ ജാതി മതസ്ഥർക്കും നൽകണം. അവിടെ സന്ദർശിക്കാൻ മാത്രം അവസരം നൽകിയാൽ പോരാ ഗുരുവായൂർ, എന്നാൽ അവിടുത്തെ ഊട്ടുപുരയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം എല്ലാ ജാതി ഹിന്ദു ജാതിയിലുള്ള അല്ലെങ്കിൽ ഹിന്ദു മതത്തിലുള്ള എല്ലാ ജാതിയും അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്, എല്ലാ ജാതിയും എല്ലാ മതസ്ഥരും അവിടെ വന്ന ഭക്ഷണം ആർക്ക് വേണമെങ്കിലും കഴിക്കാം എന്ന രീതിയിലാകണമെന്ന് വാദിച്ച് അതിനുവേണ്ടി സത്യാഗ്രഹം നടത്തിയ വ്യക്തിയാണ് ആനന്ദ തീർത്ഥൻ. 1978 തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ അഹിന്ദുക്കളുടെ പ്രവേശനത്തിനായി ഇദ്ദേഹം സത്യാഗ്രഹം അനുഷ്ഠിച്ചത്. ഹിന്ദുക്കളിലുള്ള എല്ലാ വിഭാഗക്കാർക്ക് വേണ്ടിയിട്ടല്ല, എല്ലാ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, അഹിന്ദുക്കൾക്ക്, അതായത് ഹിന്ദുക്കളല്ല, ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ അങ്ങനെ ആരായാലും മതമില്ലാത്ത വ്യക്തികളായാലും ജഗന്നാഥ ക്ഷേത്രത്തിൽ വന്ന് സന്ദർശിക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി അനുമതി ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സത്യാഗ്രഹം അനുഷ്ഠിച്ചിട്ടുണ്ട് 1978. പ്രസിദ്ധ വചനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പാവപ്പെട്ട ഹരിജനങ്ങൾ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ ചോദിക്കുമ്പോൾ സാമാന്യ മര്യാദയെങ്കിലും ലഭിക്കുന്നത് കണ്ടാൽ ഞാൻ സന്തുഷ്ടനായി. ഇത് ആനന്ദ തീർത്ഥൻ്റെ വരിയാണ്. ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, ഇത് ഞാൻ വേറൊരു ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ആ ഒരു ഇത് വെച്ചേക്കാം, അത് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം, അത് ഈ വരി എഴുതിയിട്ട് കേട്ടോ. ദൈവം സർവ്വവ്യാപിയാണ്. ഞാൻ ദൈവത്തെ തേടി ഒരിക്കലും ക്ഷേത്രത്തിൽ പോകാറില്ല. ക്ഷേത്രമാണ് അയിത്തത്തെ സംരക്ഷിക്കുന്ന ഏറ്റവും വലിയ സ്ഥാപനം. ദൈവം സർവ്വവ്യാപിയാണ്. ഞാൻ ദൈവത്തെ തേടി ഒരിക്കലും ക്ഷേത്രത്തിൽ പോകാറില്ല. ക്ഷേത്രമാണ് അയിത്തത്തെ സംരക്ഷിക്കുന്ന ഏറ്റവും വലിയ സ്ഥാപനം. ഹരിജൻ യുവാക്കൾ ഡോക്ടർ അംബേദ്കറെ പോലെ ധൈര്യശാലികളും എന്നാൽ ഗാന്ധിജിയെ പോലെ വിനയവിധരും ആയിരിക്കണം. ഹരിജൻ യുവാക്കൾ ഡോക്ടർ അംബേദ്കറെ പോലെ ധൈര്യശാലികളും എന്നാൽ ഗാന്ധിജിയെ പോലെ വിനയാന്വിതരും ആയിരിക്കണം. വിനയാന്വിതരും ആയിരിക്കണം. ഓക്കെ, ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം. അടുത്ത ആളാണ് PK ചാത്തൻ മാസ്റ്റർ. നോക്കൂ, ജനനം 1920 ഇരിഞ്ഞാലക്കുടയ്ക്കടുത്ത് മാടായിക്കോണം എന്ന സ്ഥലത്താണ്. ഇരിഞ്ഞാലക്കുട എന്ന് പറയുമ്പോൾ തൃശ്ശൂർ ജില്ലയാണ്. 1920 ഇരിഞ്ഞാലക്കുടയ്ക്കടുത്ത് മാടായിക്കോണം എന്ന സ്ഥലത്താണ് PK ചാത്തൻ മാസ്റ്റർ ജനിക്കുന്നത്. മാസ്റ്റർ എന്ന അപരനാമത്തിൽ PK ചാത്തൻ മാസ്റ്റർ അറിയപ്പെട്ടു. കർഷക തൊഴിലാളിയായ ദളിതരെ സംഘടിപ്പിച്ച് സമസ്ത കൊച്ചി പുലയ മഹാസഭ സ്ഥാപിച്ചു. 1954 PK ചാത്തൻ മാസ്റ്റർ തിരുക്കൊച്ചി നിയമസഭാംഗമായത്. 1954 PK ചാത്തൻ മാസ്റ്റർ തിരുക്കൊച്ചി, നമുക്ക് കേരള സംസ്ഥാനം 1956 രൂപീകരിക്കുന്നതിന് മുന്നേ തിരുക്കൊച്ചി ആണ് ഉണ്ടായിരുന്നത്. അതിൽ നിയമസഭാംഗമായിരുന്നു PK ചാത്തൻ മാസ്റ്റർ. കേരളത്തിലെ പ്രഥമ തദ്ദേശ
സ്വയംഭരണ ഹരിജനക്ഷേമ വകുപ്പ് മന്ത്രിയാണ് PK ചാത്തൻ മാസ്റ്റർ. കേരളത്തിൻ്റെ പ്രഥമ തദ്ദേശ സ്വയംഭരണ ഹരിജന ക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്നു PK ചാത്തൻ മാസ്റ്റർ. 1988 ഏപ്രിൽ 22-ന് PK ചാത്തൻ മാസ്റ്റർ അന്തരിക്കുന്നുണ്ട്. 1988 ഏപ്രിൽ 22-ന് അന്തരിക്കുന്നു. ഓക്കെ, അടുത്തേക്ക് പോവാം. ജന്മഭവനങ്ങൾ വീട്ടും പേര്. ഇവിടെ ഞാൻ നമ്മുടെ ഏകദേശം തീരാണ്. നമ്മുടെ ഏകദേശം ഈ നവോത്ഥാന നായകന്മാർ പുരുഷന്മാരൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി കുറച്ച് വനിതകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അതിക്ക് മുന്നേ നമ്മൾ ചില വീടുകളുടെ പേരുകൾ പഠിച്ചു അല്ലേ? അതൊക്കെ ഏതൊക്കെയാണെന്ന് നോക്കാം. ജന്മഭവനങ്ങൾ വീട്ടുപേര്. വയൽവാരം വീട് ആരുടെയായിരുന്നു? ശ്രീനാരായണ ഗുരുവിൻ്റെ ആയിരുന്നു. സാഹിത്യ കുടീരം പണ്ഡിറ്റ് കറുപ്പൻ. പുതുമന മഠം ആഗമാനന്ദൻ. ഭാരതി ഭൂഷണം കാരൂർ നീലകണ്ഠൻ. കൂടില്ല വീട് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. തട്ടാൻ്റെ കിഴക്കേതിൽ C കേശവൻ. ഓക്കെ, ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഭവനങ്ങൾ ഓർത്തിരിക്കുന്നെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. വയൽവാരം വീട് ശ്രീനാരായണ ഗുരു. സാഹിത്യ കുടീരം പണ്ഡിറ്റ് കറുപ്പൻ. പുതുമന മഠം ആഗമാനന്ദൻ. ഭാരതി ഭൂഷണം കാരൂർ നീലകണ്ഠൻ. കൂടില്ല വീട് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. തട്ടാൻ്റെ കിഴക്കേതിൽ C കേശവൻ. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. നമ്മൾ നവോത്ഥാന നായകന്മാരെ ഏകദേശം ഫിനിഷ് ചെയ്യാണ്. 10 ഭാഗങ്ങളിലായിട്ടാണ് നമ്മൾ പഠിച്ചത്. ഇതിക്ക് മുന്നുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾ പോയി കാണാം. അതൊക്കെ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം അഭിപ്രായങ്ങൾ പറയുക, അല്ലെങ്കിൽ ഈ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഷെയർ ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ, താങ്ക് യു.